വിഷുവിന് ഒരുക്കിയ നാട്ടുചന്ത ശ്രദ്ധ നേടി. പുൽപ്പറമ്പിലെ യുവ ടീം നാട്ടുകാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മൂന്നാമത്തെ ചന്തയാണ് പുൽപ്പറമ്പ് അങ്ങാടിയിൽ പ്രത്യേകമായ വേദിയിൽ ഒരുക്കിയത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വിഷുചന്തയിൽ മലയോരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളാണ് നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ രാവിലെ തന്നെ ഒഴുകിയെത്തിയത്. ചാമ അരി, പനംപൊടി, നാടൻ മഞ്ഞൾ, മഞ്ഞൾപ്പൊടി, വടകര ജിലേബി, കൊടംപുളി, നാട്ടുമാങ്ങകൾ, ചക്കക്കുരു പായസം, മുളവരി പായസം, ചക്ക ഉണ്ട, ബീഫ് വരട്ടിയത്, മീൻ അച്ചാർ, അരിയുണ്ട, നെയ്യപ്പം, നാടൻ ചേമ്പ് അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങളാണ് ചന്തയിൽ ഉണ്ടായിരുന്നത്. വിഷുവിനോടനുബന്ധിച്ച് പുൽപ്പറമ്പ് നാട്ടുകാരുടെ സമർപ്പണമാണ് നാട്ടുചന്തയെന്ന് സംഘാടക സമിതി കൺവീനർ കറുത്തേടത്ത് അബ്ദുൾ ഹമീദ് എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു. പുൽപ്പറമ്പിലെ മൂന്നാമത്തെ പുൽപ്പറമ്പ് നാട്ടുചന്തയാണ് ഇവിടെ നടക്കുന്നത്. വിഷുവോടനുബന്ധിച്ച് പുൽപ്പറമ്പിലെ നാട്ടുകാർ സമർപ്പിക്കുകയാണ്. ഇത് മതസഹോദര്യത്തിനും അതുപോലെ ജനങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിനും വളരെ ഉചിതമായ പ്രവൃത്തിയാണ്, കൂട്ടായ്മയാണ് നാട്ടുചന്ത. കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ നാട്ടുചന്തകളൊക്കെ വളരെ വിജയപ്രദമായിരുന്നു. സ്ത്രീകളുടെ കൂട്ടായ്മ, അതുപോലെ കുടുംബശ്രീ, അതുപോലെയുള്ള ചെറുകിട ഉൽപ്പന്നങ്ങൾ ചന്തയിലെത്തിച്ച് വിൽപ്പന നടത്തുകയാണ്. വളരെ ഗംഭീരമായ വിൽപ്പനയാണ് ഇവിടെ നടന്നത്. കൂടാതെ നാടിൻ്റെ സൗഹൃദം, സാഹോദര്യം, കൂട്ടായ്മ, ജനപങ്കാളിത്തം, എല്ലാവർക്കും കൂടിയിരുന്ന് സഭ പറയാനും അതുപോലെ സൗഹൃദങ്ങൾ പങ്കിടാനുമുള്ള ഒരു ഇടമാണ്. ധാരാളം വിൽപ്പനകൾ ഇവിടെ നടക്കുന്നുണ്ട്. ചേന്നമംഗലൂരിലെ മുഴുവൻ ആൾക്കാരും ഈ ചന്തയിൽ പങ്കെടുക്കുന്നു. അങ്ങനെ നല്ല ഒരു സൗഹാർദ്ദവും കൂട്ടായ്മയും ഈ ചന്തയിലൂടെ അനുഭവപ്പെടുന്നു. നാട്ടുചന്ത മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഏക സംവിധാനമാണ് നാട്ടുചന്തയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മുടെ പ്രാദേശിക തലത്തിലെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു ഏക സംവിധാനമാണ് പഴയ കാലഘട്ടം മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ ചന്ത എന്നത്. ഇന്ന് ചന്തയുടെ പേരുകളെല്ലാം തന്നെ മാറി, മാർക്കറ്റുകൾ ഓൺലൈൻ മാർക്കറ്റുകളായി മാറി. അതുകൊണ്ട് അതുണ്ടാവുന്ന വലിയ ഗുരുതരമായ അവസ്ഥകളും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം ലഹരി എന്ന ആ മഹാവിപത്ത് ഇതിലൂടെ നമ്മുടെ പ്രാദേശിക തലത്തിലേക്ക് അടക്കം കടന്നു വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഓൺലൈൻ മാർക്കറ്റിലൂടെയാണ്. കൺവീനർ K അബ്ദുൾ ഹമീദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ റംല ഗഫൂർ, T അബ്ദുള്ള മാസ്റ്റർ, ബന്ന ചേന്നമംഗളൂർ, VP അബ്ദുൾ ഹമീദ്, മേൽവീട്ടിൽ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ് മുക്കം.